ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങുകയാണ്. രാജലക്ഷ്മി അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെന്നും മീനാക്ഷിയോട് ക്ഷമ ചോദിക്കണമെന്നൊക്കെ മാലതിയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെയും പേടിയോടെയും നിൽക്കുകയാണ് സാവിത്രി. ഇറങ്ങാൻ നേരം സിദ്ധൻ സാവിത്രിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും തൻ്റെ കള്ളത്തരം പിടിക്കുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയായിരുന്നു സാവിത്രി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കാർത്തിക് ബോധം തിരികെ കിട്ടിയെന്നറിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. അതേസമയം നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. താൻ ക്ഷേത്രത്തിൽ പോയതും നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെ മീനാക്ഷി പറയുമ്പോഴും നിർവികാരയായി നിൽക്കുകയാണ് നന്ദിനി. ഡോക്ടർ പറഞ്ഞ വാക്കുകൾ മാത്രം നന്ദിനിയുടെ ചെവികളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ വാ, നമുക്ക് കാർത്തികേട്ടൻ ഉണർന്നുവെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെ കൂട്ടി ICUവിലേക്ക് പോവുകയാണ് മീനാക്ഷി. അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം രാജലക്ഷ്മിയും മാലതിയും കൂടി ഹോസ്പിറ്റലിലെത്തുന്നു. രാജലക്ഷ്മിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും. എന്താണെങ്കിലും ക്രെഡിറ്റ് ഒന്നും ആരും അവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എന്റെ കൊച്ചുമകന് ചേരുന്ന പെൺകുട്ടിയാണ് നീയെന്ന് ഞാൻ പണ്ടേ തിരിച്ചറിയേണ്ടതായിരുന്നു. എന്നാലും മുത്തശ്ശി അത് മനസ്സിലാക്കിയല്ലോ, എനിക്കിപ്പോഴാ സന്തോഷമായതെന്ന് മൈഥിലി പറയുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. എന്റെ കൊച്ചുമകന്റെ ജീവിതം രക്ഷിച്ചത് നീയാ മോളെ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു സമ്മാനം തരണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ കയ്യിലെ മോതിരം ഊരുന്നത് പോലെ കാണിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. എന്നാൽ മോതിരം പ്രതീക്ഷിച്ചിരുന്ന മൈഥിലിക്ക് മോതിരത്തിന് പകരം കരണം പുകച്ചൊന്നാണ് കിട്ടുന്നത്. അടിയുടെ ആഘാതത്തിൽ ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. നീയും എന്റെ കൊച്ചുമകനുമായിട്ടുള്ള ഡിവോഴ്സ് ഇന്ന് നടക്കുന്നു, അന്ന് മാത്രമേ ചെമ്പകമംഗലത്തിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകൂ. എന്റെ പൊന്നുമകളെ തെറ്റിദ്ധരിച്ചു മോളെ മീനാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ചേർത്ത് പിടിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. തുടർന്ന് മൈഥിലി അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. അതിനുശേഷം മീനാക്ഷിയോട് ക്ഷമ ചോദിക്കുകയാണ്. മുത്തശ്ശിയുടെ മാത്രമല്ല ചെമ്പകമംഗലത്തിന്റെ ഭാഗ്യമാണ്, ഞങ്ങളുടെ പുണ്യമാണ് മോളെ നീ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മ മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നു. തുടർന്ന് ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. കാർത്തിക്കിന്റെ പ്രധാന പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ടെന്നും ഇനി ആരോഗ്യനില വീണ്ടെടുത്താൽ മാത്രം മതിയെന്നും ഡോക്ടർ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. മോളെ, കാർത്തിക്കിന് കുറവുണ്ടല്ലോ, നമുക്ക് എന്താണെങ്കിലും ചെമ്പകമംഗലത്തേക്ക് പോകാം. മുത്തശ്ശിയുടെ മകൻ മോൾക്കൊരു വമ്പൻ സ്വീകരണം തന്നെയുണ്ടെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രി ഷൺമുഖനെ വിളിക്കുന്നതാണ്. അതേസമയം രാജലക്ഷ്മി അമ്മ മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് ചെമ്പകമംഗലത്തേക്ക് വരുന്നു. അങ്ങനെ ചെമ്പകമംഗലത്ത് എത്തിയതിനു ശേഷം മാലതിയോട് ആരതി എടുത്തുകൊണ്ടുവരാൻ പറയുകയാണ് രാജലക്ഷ്മി അമ്മ. കൊച്ചുമോളെ, ഞാൻ ഒരുപാട് ദ്രോഹിച്ചു, അതിനെല്ലാം ഞാനിപ്പോൾ നന്നായി തന്നെ പശ്ചാത്തപിക്കുന്നുണ്ട്. അതേസമയം മാലതി ആരതിയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ മാലതി ആരതി ഒഴിയുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് മൈഥിലി ഇന്ദ്രജയെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. ഒരടി കിട്ടിയെങ്കിൽ എന്താ, നിന്റെ പ്രതികാരം കൂടിയില്ലേ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ ഇനി ഒരിക്കലും ചെമ്പകമംഗലത്തേക്ക് ഞാനില്ലെന്നും അതിനൊക്കെ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടെന്നും മൈഥിലി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ജയറാമിന്റെ കാര്യവും ഒക്കെ തന്നെ ഓർത്തുകൊണ്ട് ക്ഷമത്തോടെ ഇരിക്കുകയാണ് നന്ദിനി. തുടർന്ന് ജയറാമിന്റെ ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദിനി പറയുകയാണ്, എന്നാലും ജയറാമേട്ടൻ എന്നെ ചതിച്ചു കളഞ്ഞല്ലോ. ഈ സമയത്ത് ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ സാമീപ്യവും സ്നേഹവും ഒക്കെയാണ്. തുടർന്ന് തന്റെ മനസ്സിലെ പരിഭവങ്ങളെല്ലാം തന്നെ ജയറാമിന്റെ ഫോട്ടോ നോക്കി പറയുകയാണ് നന്ദിനി. അതേസമയം അതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മീനാക്ഷി സംശയത്തോടെ നിൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.